ലോകോ ഗൃഹീഷ്യ പ്രമാണം തത്തേന ഭീഷ്ടമോ സത്വനിധേർവതിൽ സോക്ഷേമം ജനായ നിജശക്തിഭീരുദ്ധൃതാരേ നൈതാവതാത്രയധിപതേർവത വിശ്വഭർത്തുസ്തേജക്ഷതം അവനതസ്യ സതേ വിനോദ യം വാനയോർദ്ദമമധീശ ഭവാൻ വിധത്തെ വൃത്തിം നുവ തദനുമന്മഹി നിർവ്യളീകം അസ്മാസുഭായ ഉചിതോ ധ്രിയതാം ദൃണ്ടോ ഏനാകസോ വയമഹിംക്ഷുമഹി കിൽബിഷേണ ശ്രീഭഗവാനുവാച ഏതോ സുരേതരഗതിം പ്രതിപദ്യ സദ്യ സംരംഭ സംഭൃതമാദ്യനുബദ്ധയോ ബഹു ഭൂയസ്സകാശമുപയാസ്യത ആശിയോ വശ്യാപോമയൈവ നിബിദവൈതവിപ്രാം ബ്രഹ്മോവാച തൃതൈമുനയോ ദൃഷ്ട്വാ നയന ആനന്ദഭാചരം വൈകുണ്ഠം തദധിഷ്ഠാനം വികുണ്ഠം ച സ്വയം പ്രഭം ഭഗവന്തം പരിക്രമ്യ പ്രണിപത്യാനുമാന്യ ച പ്രതിജഗ്മു പ്രമുദശംസന്തോ വൈഷ്ണവീം ശ്രിയം ഭഗവാനുഗ്യാവാഹ യാതം മാഭീഷ്ടമസ്തോഷം ബ്രഹ്മതേജ സമർത്ഥോപി ഹന്തും നേച്ഛേമതം തുമേ ഏതദ്പുരൈവ നിർദ്ദിഷ്ടം രമയാ ക്രുദ്ധയാ യഥാ പുരാപവാരിതോ ദ്വാരി വിശന്തി മയ്യുപാരതേ മയി സംരംഭയോഗേന നിസ്തീര്യ ബ്രഹ്മചലനം പരിത്യേഷിതം വികാസം മേ കാലേന ആത്മീയസ പുനഃ ദ്വാസ്ഥാവാദിശ്യ ഭഗവാൻ വിമാനശ്രേണിഭൂഷണം സർവാതിശയാ ലക്ഷ്മ്യാദുഷ്ടം സ്വം ധിഷ്ണ്യമാവിശദ് തൗ തുകൈർവാണഋഢബോധുസ്തരാത് ഹരിരോഗത അധശ്രിയോ ബ്രഹ്മജാപാദ ഭൂതമികതസ്മയോ തദ്യാ വികുണ്ഠതൃഷ്ണ തയോർനിപതമാനയോ ഹാഹാകാരോ മഹാനാസതി ഭവാനാഗ്നേഷു പുത്രക താവേവ ഹ്യധുനാ പ്രാപ്തോ പാർഷദപ്രവരോ ഹരേ ദിദേർജഠരനിർവിഷ്ടം കാശവും തേജോൽബണം തയോരസരയോരദ്യ തേജസായമയോർഷിവ ആക്ഷിപ്തം തേജയദർഹി ഭഗവാൻ തദ്വിധിർസതി വിശ്വസ്യ സ്ഥിതിലയോദ്ഭവ ഹേതുരാദ്യോ യോഗേശ്വരൈരവി ദുരത്യയോഗമായ ക്ഷേമം വിധാസ്ഥിതി സനോ ഭഗവാൻ ത്രിധീശസ്തത്രാസ്മദീയ വിമൃശേന കിയാനിഹാർത്ഥ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ ഷോഡശോധ്യായാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ സപ്തദശോധ്യായ. മൈത്രേയ ഉവാച. നിശമ്യാത്മഭവാഗീതം കാരണം ശങ്കയോച്ഛിതാഃ തതഃ സർവേണ്യവർത്തന്ത ത്രിദിവായ ദിവൗകസഃ ദിരിസ്തു ഭർത്തുരാദേശാദപത്യപരിശങ്കിനി പൂർണ്ണേ വർഷശതേ സാധ്വീ പുത്രൗ പ്രസുഷുവേ യമൗ ഉൽപാദാ ബഹവസ്തത്ര നിവേതുർജായമാനയോഃ ദിവി ഭുവ്യന്തരീക്ഷേ ച ലോകസ്യോരുഭയാവഹ സഹാചലാ ഭുവശ്ചൈലുർദിശഃ സർവാ പ്രജ്വലു സോൽക്കാശ്ചാശനയഃ പേതുക്കേതവശ്ചാർത്തിഹേതവഃ വവൗ വായുഃ സുദുസ്പർശാ ഫുൽക്കാരാനീരയന്മുഹു ഉന്മൂലയന്നഗപതീൻ വാക്യാനീകോ രജോദ്ഭവജ ഊദ്ധസത്തടിദംഭോദഘടയാ നഷ്ടഭാഗണേ വ്യോമുനി പ്രവിഷ്ടതമസാ നസ്മവ്യാദൃശ്യത്തെ പദം ചുക്രോശ വ്യമനാവാർദ്ധിരുദൂർമിക്ഷുഭിതോദര സോദപാനാശ്ച സരിതശ്ചുക്ഷുഭുഃ ശുഷ്കപങ്കജാ മുഹുഃ പരിധയോ ഭുവൻസരാഹ്വോ ശശിസൂര്യയോ നിർഘാതാ രഥനിർഹ്രാജാ വിവരേഭ്യ പ്രജജ്ഞിരേ അന്തർഗ്രാമേഷു മുഖതോ ഉപമന്ദ്യോ വന്ധ്യമുൽബണം സൃഗാലോലൂകടങ്കാരൈഃ പ്രണേതുരശിവം ശിവഃ സംഗീതവദ്രോദനവദുന്നമയ്യ ശിരോധരാം വ്യമുഞ്ജൻ വിവിധാ വാചോ ഗ്രാമസിംഹസ്തതസ്തതഃ ഖരാശ്ച കർക്കശൈക്ഷത്തഃ ഖുരൈർഘ്നന്തോധരാതലം ഖാർക്കാരരഭസാമത്താഃ പര്യധാവൻവരൂഥച രുദന്തോരാസഭത്രസ്താ നീഡാദുദപതൻ ഖഗഃ ഘോഷേരണ്യേ ച പശവഃ ശകൃന്മൂത്രമകുർവത ഗാവോത്ര സന്നസൃഗ്ദോഹാസ്തോയദാ പൂയവർഷിണഃ വ്യരുദന്തേ വലിംഗാനി ദ്രുമാഃ പേതുർവിനാനിലം ഗ്രഹാൻ പുണ്യതമാനന്യേ ഭഗണാംശ്ചാപി ദീപിതാഃ അതിചേരുർവക്രഗത്യാ യുയുധുശ്ച പരസ്പരം ദൃഷ്ട്വാന്യാംശ്ച മഹോൽപാദാനതൽതത്വവിദഃ പ്രജയാഃ ബ്രഹ്മപുത്രാ നൃതേ ഭീതാമേനിരേ വിശ്വസംപ്ലവം താവാദിദൈത്യൗ സഹസാ വ്യജ്യമാനാത്മപൗരുഷൗ വവൃധാതശ്മസാരേണ കായേനാദ്രിവതി ഇവ ദിവിസ്പൃശൗ ഹേമകിരീടകോടിഭിർനിരുദ്ധകാഷ്ഠൗ സ്ഫുരദംഗദാഭുജൗ ഗാം കമ്പയന്തൗ ചരണൈഃ പദേ പദേ കട്യാസു കാഞ്ചിയാർക്കമതീത്യതസ്ഥതു പ്രജാപതിർനാമതയോരകാരുഷീല്യഃ പ്രാക് സ്വദേഹാദ്യമയോരജായത തം വൈ ഹിരണ്യകശിപും വിദുഃ പ്രജാ യം തം ഹിരണ്യാക്ഷമസൂതസാഗ്രത ചക്രൈ ഹിരണ്യകശിപുർദോർഭ്യാം ബ്രഹ്മവരേണ ച വശേഷബാലാൻ ലോകാം സ്ത്രീനകുതോ മൃത്യുരുദ്ധത
ഹിരണ്യാക്ഷോനുജസ്തസ്യ പ്രിയ പ്രീതികൃതന്വഹം ഗജാപാണിർദ്യമയ്യാതോ യുയുത്സുർമൃഗയണ്ടണം തം വീക്ഷ്യ ദുസ്സഹജവം രണൽക്കാഞ്ചനനൂപുരം വൈജയന്ത്യാസ്ത്രജാജുഷ്ടമം സന്യസ്തമഹാഗജം മനോവീര്യപരോത്സിക്രമസൃണ്യമകതോഭയം ഭീതാ നിലില്യരേ ദേവാസ്താർക്ഷ്യസ്ത്രസ്താ ഇവാഹയ സവൈതിരോഹിതാൻ ദൃഷ്ട്വാ മഹസാ സ്വേന ദൈത്യരാൾ സേന്ദ്രാൻ ദേവഗണാൻ ക്ഷീപാൻ അപശ്യൻ വ്യനദൽഭൃശം തതോ നിവൃത്ത ക്രീഡിഷ്യൻ ഗംഭീരം ഭീമനിസ്വനം വിജഗാഹേ മഹാസത്വോ വാർദ്ധിം മത്ത ഇവ ദ്വീപ തസ്മിൻ പ്രവിഷ്ടേ വരുണസ്യ സൈനികാ യാദോഗണാസ്സന്നധികസ്ത സാധ്വവസഃ അഹന്യമാനാ അപി തസ്യ വർച്ചസാ പ്രധർഷിതാ ദൂരതരം പ്രതുദ്രുവോം സ വരുഷപൂഗാനുദധൂ മഹാബലശ്ചരൺമഹോർമീൻ ശ്വസനേരിതന്മുഹോ മൗർവി അഭിജഘ്നേ ഗദയാ വിഭാവരീമാസേരി വാംസ്താത പുരീം പ്രചേതസഃ തത്രോപലഭ്യാസുരലോകപാലകം യാദോ ഗണാനാം ഋഷഭം പ്രചേതസം സ്മയൻ പ്രലഭും പ്രണിപത്യ നീജവജ്ജഗാദ മേ ദേഹ്യധിരാജ സംയുഗം ത്വം ലോകപാലോ അധിപതിർബൃഹശ്രവാവീര്യാപഹോ ദുർമദവീരമാനിനാം വിജിത്യ ലോകേഖില ദൈത്യദാനവാൻ യദ് രാജസൂയേന പുരായജൽ പ്രഭോ സ ഏവമുത്സിക്രമദേന വിദ്വിഷാദൃഢം പ്രലബ്ധോ ഭഗവാൻ അപാംപതി രോഷം സമുത്ഥം ശമയൻ സ്വയാധിയാ വ്യവോചദംഗോപശമം ഗതാവയം പശ്യാമി നാന്യം പുരുഷാൽ പുരാതനാദ് യസ് സംയുഗേ ത്വം രണമാർഗകോവിദം ആരാധയിഷ്യത്യാസുരഋഷഭേഹിതം മനസ്വിനോ യം ഗൃണത്തെ ഭവാദൃശാഃ തം വീരമാരാദഭിവദ്യ വിസ്മയശയിഷ്യസൈ വീരശയശ്വഭിർവൃതഃ യസ്തവദ്വിധാനാമസതാം പ്രശാന്തയേ രൂപാണി ധത്തെ സദനുഗ്രഹേച്ഛയാ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ ഹിരണ്യാക്ഷദിഗ്വിജയേ സപ്തദശോऽധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അഥ അഷ്ടാദശോऽധ്യായ മൈത്രയ ഉവാച തദേവമാകർണ്യ ജലേശഭാഷിതം മഹാമനാസ്പദ്വിഗണയ്യ ദുർമദ ഹരേർവിദിത്വാഗതിമംഗ നാരദാതിരസാതലം നിർവിവിശേത്വരാന്വിത ദദർശ തത്രാഭിചിതം ധരാധരം പ്രോന്നീയമാനാവനിമഗ്രദം ശ്രയ മുഷ്ണന്തമക്ഷണാസ്വരചോരുണശ്രിയാ ജഹാസ ചാഹോ വനഗോചരോ മൃഗ ആഹൈനമേഹ്യജ്ഞ മഹീം വിമുഞ്ചനോരസൗകസാം വിശ്വശ്രിയേയമർപ്പിത ന സ്വസ്തിയാസ്യനയാ മമേക്ഷതസുരാധമാ ആസാദിതസൂകരാകൃതേ ത്വന്നസ്വപത്നൈരഭവായ കിം ഹൃതോ യോ മായയാഹന്ത്യസുരാൻ പരോക്ഷജിൽ ത്വാം യോഗമായാബലമൽപപൗരുഷം സംസ്ഥാപ്യ മൂഢപ്രമൃദ്യേ സുഹൃച്ഛുജ ത്വയി സംസ്ഥിതേ ഗദയാ ശീർണശീർഷണ്യസ്മദ്ഭുജച്യുതയാ യേ ച തുഭ്യം ബലിം ഹരന്തിഷയോ യേ ച ദേവാ സ്വയം സർവേണ ഭവിഷ്യന്ത്യമൂലാഃ സതൂദ്യമാനോരിദുരുക്രതോമരൈർദംഷ്ട്രാഗ്രഗാം ഗാമുപലക്ഷ്യ ഭീതാം തോദം മൃഷന്നിരഗാദംബുമധ്യാദ്രാഹാഹതസ്സ കരേണുയഥേഭ തം നിസ്സരന്തം സല്ലാദനുദ്രുതോ ഹിരണ്യകേശോദ്വിരദന്യഥാ ഝഷ കരാളദംഷ്ട്രോ ശനി നിസ്വനോ ബ്രവീൽഗത ഹ്രിയാം കിന്തു വസതാം വിഗരിഹിതം സദാമുദസ്താൽസലിലസ്യ ഗോചരേ വിന്യസ്യ തസ്യാമദധാൽ സ്വസത്വം അഭിഷ്ടുതോ വിശ്വസൃജാ പശൂനൈരാപൂര്യമാണോ വിബുധൈഃ പശ്യതോരേ പരാനുഷക്തം തപനീയോപകൽപ്പം മഹാഗതം കാഞ്ചനചിത്രദംശം മർമാണ്യഭീക്ഷണം പ്രതുദന്തം ദുരുക്രഹി പ്രചണ്ഡമന്യുപ്രഹസംസ്തം ബുഭാഷേ ശ്രീഭഗവാനുവാച സത്യം വയം ഭോവനഗോചരാ മൃഗായുഷ്മദ്വിധാൻ മൃഗയേ ഗ്രാമസിംഹാൻ ന മൃത്യുപാശൈ പ്രതിമുക്രസ്യ വീരാവികഥനം തവ ഗൃഹന്ത്യഭദ്ര ഏതേവയം ന്യാസഹരാരസൗകസാം ഗദഹ്രിയോ ഗദയാ ദ്രാവിതാസ്തേ തിഷ്ഠാ യഥാപി കഥഞ്ചിത് അജൗ സ്ഥയം ക്വയാമോ ബലിനോൽപാദ്യ വൈരം ത്വം ഭദ്രധാനാം കില യൂഥപാധിപോ ഘടസ്വനോ അസ്വസ്തയ ആശ്വനൂഹ സംസ്ഥാപ്യ ച അസ്മാൻ പ്രമൃജ്യ ശ്രുസ്വകാനാം യസ്ത്വാം പ്രതിജ്ഞാം നാതി പിപർത്യ മൈത്രയ ഉവാച സ്വോധിക്ഷിപ്തോ ഭഗവതാ പ്രലബ്ധസ്തരുഷാഭൃശം ആജഹാരോൽപണം ക്രോധം ക്രീഡ്യമാനോ ഹിരാടിവ സൃജന്യമരുഷതശ്വാസാൻ മന്യുപ്രചരിതേന്ദ്രിയ ആസാദ്യതരസാ ദൈത്യോ ഗദയാഭ്യാഹനത് ഹരിം ഭഗവാംസ്തു ഗദാവേഗം വിസൃഷ്ടം വിരിപുണോ രസി അവഞ്ചയത്തിരശ്ചീനോ യോഗാരൂഢ ഇവാന്തകം പുനർഗജാം സ്വാമാദായ ഭ്രാമയന്തമഭീക്ഷണശ ആഭ്യധാവത് ഹരിക്രുദ്ധ സംരംഭാദഷ്ടദച്ഛദം തതശ്ച ഗദയാരാതിം ദക്ഷിണസ്യാം ഭ്രുവി പ്രഭു ആജഘ്നേ സതുതാം സൗമ്യാഗദയാ കോവിദോഹനൽ ഏവം ഗദാഭ്യാം കുർവീഭ്യാം ഹര്യക്ഷോ ഹരിരേവ ച ജിഗീഷയാ സുസംരബ്ധാവന്യോന്യമഭിജഘ്നതു തയോസ്പൃധോസ്തിഗ്മഗദാഹതാംഗയോ ക്ഷതാസ്രവഘ്രാണ വിവൃദ്ധമന്യോഃ വിചിത്രമാർഗാംശ്ചരതോർജിഗീഷയാബ്ജഭാദിലായാം ഇവ ശുഷ്മിണോർമൃധ ദൈത്യസ്യ യജ്ഞാവയവസ്യ മായാഗൃഹീതവാരാഹതനോർമഹാത്മന കൗരവ്യ മഹ്യാം ദ്വിഷതോർവിമർദ്ദനം ദിദൃക്ഷുരാജാദൃഭിർവ്രതസ്വരാട് ആസന്ന ശൗണ്ടീരമപേതസാധ്വസം കൃതക്പ്രതീകാരമഹാര്യവിക്രമം വിലക്ഷ്യ ദൈത്യം ഭഗവാൻ സഹസ്രനീർജഗാദ നാരായണമാദിസൂകരം ബ്രഹ്മോവാച ഒരു മിനിറ്റ് ഒന്ന് അടയ്ക്കൂ എല്ലാതും നല്ല ക്ലിയർ ആവും
ब्रह्मोवाच एष ते देवदेवानामङ्घ्रिमूलमुपेयुषां विप्राणां सौरभेयीणां भूतानामप्यनागसाम् आगस्कृद्भयकृत् दुष्कृत् अस्मद्रात्मपरोऽसुरः अन्वेषन् अप्रतिरथो लोकानटति कण्टकः मैनं मायाविनन्द्रिपुतं निरङ्कुशमसत्तमम् आक्रीड बालवद्देवा यथा आशीविषमुत्थितं न यावदेशवर्धेत स्वां वेळां प्राप्य दारुणः स्वान् देव मायामास्थाय तावज्जह्यघमच्युत एषा घोरतमा सन्ध्यालोकच्छम्बट्करी प्रभो उपसर्पति सर्वात्मन् सुराणां जयमावः अधुनैषोऽभिजिन्नामयोगो मौहूर्तिको ह्यव्याल् शिवाय नस्त्वं सुहृदामाशु निस्तरदुस्तरं दिष्ट्या त्वं विहितं मृत्युमयमासादितस्वयं विक्रम्यैनं मृधे हत्वा लोकानाधेहि शर्मणि श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां तृतीयस्कन्धे हिरण्याक्षवधे अष्टादशोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द अथ एकोनविंशतितमोऽध्यायः मैत्रेय उवाच अवधार्यविरिञ्जस्य निर्वेळीकामृतं वच प्रहस्य प्रेमगर्भेण तदपाङ्गेन सोऽग्रहील् ततः सपत्नं मुखतः शरन्नमकुतोभयं जघानोऽल्पत्यगदयाहनावसुरमक्षयः सा हता तेन गदया विहता भगवल्कराल् विघूर्णितापतद्रे ये तदद्भुतमिव अभवल् स तदा लब्धतीर्थोऽपि न बबाधे निरायुधं मानयन् समृद्धे धर्मं विश्वक्सेनं प्रकोपयन् गदायामपविद्धायां हाहाकारे विनिर्गते मानयामास तद्धर्मं सुनाभं च स्मरद्विभु तं व्यग्रचक्रं दितिपुत्राधमेन स्वपारिषदमुखेन विषज्यमानं चित्रावाचो तद्विदं खेचराणां तत्र अस्मासन् स्वस्तिते मुञ्जहीति स तं निशाम्यात्तरथाङ्गमग्रतो व्यवस्थितं पद्मपलाचलोचनं विलोक्य च आमरिषपरिप्लुते इन्द्रियोरुषा स्वदन्दच्छदमादशच्छसन् कराळदंष्ट्रचक्षुभ्यां सञ्चक्षाणो दहन्निव अभिप्लुत्य स्वगदया हतोऽसीत्याहनधरी पदा सव्येन तां साधो भगवान् यज्ञसूकरः लीलया मिषतशत्रो प्राहरद्वादरभसम् आह च आयुधमाधर्स्व घटस्व त्वञ्जिगीषसि इत्युक्रस्तदा भूयस्ताडयन्व्यनदर्भृशं तां स आपततीं वीक्ष्य भगवान् समवस्थितः जग्राह लीलया प्राप्तां गरुत्मानिव पन्नगीं स्वपौरुषे प्रतिहते हतमानो महासुरा न इच्छद्गदां दीयमानां हरिणा विगतप्रभा जग्राहत्र शिखं शूलं ज्वलज्वलनलोलुपं यज्ञाय धृतरूपाय विप्राय आभिचरण्यथा तदोजसा दैत्यमहाभटार्पितं चकासदन्तख उदीर्णदीधिति चक्रेण चिच्छेद निशातनेमिना हरिर्यथा तारक्ष्यपदत्रमुच्छितं वृक्णे स्वशूले बहुधारिणा हरेः प्रत्येत्य विस्तीर्णमुरो विभूतिमल् प्रवृद्धरोषस्य कठोरमुष्टिना मदन् प्रहृत्य अन्तरधीयतासुरां तेनेत्थमाहतक्षत्रभगवानादिसूकरा नागम्पदमनाक्वापि स्रजाहत इव द्वेव अथोरुधासजन्मायां योगमायेश्वरे हरौ यां विलोक्य प्रजास्त्रस्तामेनिलेस्योपसंयमं प्रवपूर्वायवश्चन्दास्तमः पांसवमैरयन् दिभ्यो दिवेदुर्ग्रावाणक्षेपणैः प्रहिता इव द्यौर्नष्टभगणा भ्रौभैस्तविद्युस्तनैत्नुभिः वैरुषद्धि पूयकेशास्त्रग्विन्मूत्रास्थीनि च असकृल् गिरय प्रत्यदृश्यन्तनानायुधमुचो नघां दिग्वाससो यातुधान्यशूलिन्यो मुक्तमूर्धयः बहुभिर्यक्षरक्षोभिः पत्यश्वरथकुञ्जरीः आतदायिभिरुत्सृष्टा हिंस्रावाचोति वैससाः प्रादुष्कृतानां मायानाम् आसुरीणां विनाशयन् सुदर्शनास्त्रं भगवान् प्रायुङ्क्तदैहितं कृपाल् तदातिदेस्तमभवत् सहसा हृदि वेपथु स्मरन्त्या भर्तुरादेशं स्तनाच्च आसृक्प्रसुश्रुवे विनष्टासु स्वमायासु भूयश्च आवृज्य केशवं विरुषोपगूहमानो मुं ददृशे अवस्थितं बहि तं मुष्टिभिर्विनिघ्नं वज्रसारैरथोक्षया करेण कर्णमूले हन्यथा त्वाष्ट्रं मरुत्पति स आहतो विश्वजिता ह्यवज्ञया परिभ्रमद्गात्र उदस्तलोचन विशीर्णबाह्वङ्घ्रिशिरोरुहोपतद्यथा नगेन्द्रो लुलितो नभस्वता क्षितौ शयानं तमकुण्ठवर्चसं कराळदमिष्ट्रं परिदष्टगच्छदम् अजादयो वीक्ष्य शशंसुरागता अहो इमां कोऽनुलभेद संस्थितिं यञ्योगिनो योगसमाधिना रहो ध्यायन्ति लिङ्गादसतो मुमुक्षया तस्य ईश दैत्यऋषभपदाहतो मुखं प्रपश्यं स्तनुमुल्ससर्जः एतौ तौ पारिषदामस्याशापाज्ञातावसद्गतिं पुनः कतिपयै स्थानं प्रपश्यते जन्मभिः देवा ऊजो नमो नमस्तेऽखिलयज्ञतन्तवे स्थितौ गृहीतामलसत्त्वमूर्तये दिष्ट्या हतोऽयं जगतामरुन्दुदस्त्वल्पादभक्र्यावयमीश निर्वृतः दिष्ट्या हतोऽयं जगतामरुन्दुदस्त्वल्पादभक्र्यावयमीश निर्वृतः मैत्रेय उवाच एवं हिरण्याक्षमसख्यविक्रमं स साधयित्वा हरिरादिसूकर जगामलोकं स्वमखण्डितोत्सवं समीडितः पुष्करविष्टराद्भिः मया यथा अनुक्रमवादिते हरेः कृतावतारस्य सुमित्रा चेष्टितं यथा हिरण्याक्ष उदारविक्रमो महामृधे क्रीडनवन्निराकृतः सूत उवाच इति कौशारवाख्यातमाश्रित्य भगवत्कथां क्षत्तानन्दं परं लेभे महाभागवतोद्विज अन्येषां पुण्यश्लोकानाम् उद्गामयशसां सताम् उपश्रुत्य भवेन्मोद श्रीवत्साङ्गस्य किं पुनः यो गजेन्द्रं झषग्रस्तं ध्यायन्तं
ചരണാംബുജം ക്രോശന്തീനാം കരേണൂനാം കൃച്ഛ്രതോ മോചയദ്രുതം തം സുഖാരാധ്യ മൃജുഭിരനന്യശരണൈർനൃഭി കൃതജ്ഞ സേവേത ദുരാരാധ്യമസാധുഭി യോ വൈ ഹിരണ്യാക്ഷവധം മഹാത്ഭുതം വിക്രീഡിതം കാരണസൂകരാത്മന ശൃണോതി ഗായത്യനുമോദിത യഞ്ജസാ വിമുച്യത്തെ ബ്രഹ്മവധാദപി ദ്വിജാഃ ഏതന്മഹാപുണ്യമലം പവിത്രം ധന്യം യശസ്യം പദമായുരാശിഷാം പ്രാണേന്ദ്രിയാണാം യുധി ശൗര്യവർദ്ധനം നാരായണോന്തേഗതിരംഗ ശൃണ്വതാം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ ഹിരണ്യാക്ഷവധോ നാമ ഏകോനവിംശതിതമോऽധ്യായം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അഥ വിംശതിതമോऽധ്യായ ശൗനക ഉവാച മഹീം പ്രതിഷ്ഠാമധ്യസ്യാസൗരേ സ്വയംഭുവോ മനു കാന്യന്വതിഷ്ഠദ്വാരാണി മാർഗായ അവരജന്മനാം ക്ഷത്താ മഹാഭാഗവത കൃഷ്ണസ്യ ഐകാന്തികസുഹൃൽ യസ്തത്യാജ അഗ്രജം കൃഷ്ണേ സാപത്യമഭവാനിതി ദ്വൈപായനാദിനവരോ മഹിത്വേ തസ്യ ദേഹജ സർവാത്മനാശ്രിതഃ കൃഷ്ണം തൽപരാംശ്ചാപ്യനുവ്രത കിമന്വപൃച്ഛൻ മൈത്രേയം നിരജാസ്തീർത്ഥസേവയാ ഉപഗമ്യ കുശാവർത്ത ആസീനം തത്വവിത്തമം തയോസ്സമ്മതോസ്തുത പ്രവൃത്താ ഹ്യമലാഃ കഥാഃ ആപോ ഗാംഗ്യാ ഇവാഘഘ്നിർഹരേഃ പാദാംബുജാശ്രയാഃ താനഃ കീർത്തയ ഭദ്രം തേ കീർത്തന്യോദാരകർമ്മണ രസജ്ഞോ नु तृप्येत हरिलीलामृतं पिबन् एवमुग्रश्रवा पृष्टा ऋषिभिर्नैमिषायनैः भगवत्यर्पिताध्यात्मस्थानाः श्रूयतामिति सूत उवाच हरेर्भृतक्रोडदनोत्सवमायया निशम्य गोरुधरणं रसातलाल् लीलां हिरण्याक्षमवज्ञया हतं सञ्जातहरिषो मुनिमहाभारत विदुर उवाच प्रजापतिपतिसृष्ट्वा प्रजास्वर्गे प्रजापति किमारभतमे ब्रह्मन् प्रब्रूह्य अव्यक्तमार्गविल् ये मरीच्यादयो विप्रायस्तु स्वयंभुवो मनु ते वै ब्रह्मणादेशाल् कथमेतदभावयन् सद्वितीयाः किमसृजन् स्वतन्त्रा उतकर्मसु आहोस्वित्संहता सर्व इदं स्मासमकल्पयन् मैत्रेय उवाच दैवेन दुर्वितर्केण परेण निमिषेण च यातक्षो भगवतो महानासीत् गुणत्रयाल् रजप्रधानान् महरस्त्रिलिङ्गो दैवचोदिताल् यातस्ससर्जभूतातिर्यदादीनि पञ्चश तानि चैवैकशस्रष्टुमसमर्थानि भौतिकं संहत्य देवयोगेन हैममण्डमवासृजन् सोचयिष्टाब्धिसलिले आण्डकोशो निरात्मका साग्र्यं वैवरिषमहस्रमन्ववात्स्येत्तमीश्वर तस्य नाभेरभूत्पद्मं सहस्रार्कोरुदीधिति सर्वजीवनिगायौको यत्र स्वयमभूत्स्वराट् सोऽनुविष्टो भगवता यश्चेरे सलिलाशये लोकसंस्थां यथा पूर्वं निर्ममे संस्थयाश्रया ससर्जच्छायया विद्यां पञ्चप्रवाणमग्रदा तामिश्रमन्थतामिश्रं तमो मोहो महातमा विससर्ज्यात्मनः कायं नाभिनन्दं स्तमोमयं जगृहुर्यक्षरक्षां श्रीरात्रिं क्षुद्रसमुद्भवां क्षुद्रभ्यामुपसृष्टास्ते तं जघ्नुमभिदुद्रुवो मा रक्षतैनं जक्षध्वमित्यूजु मा रक्षतैनं जक्षध्वमित्यूजु क्षुद्रडर्पिताः देवस्थानाः संविघ्नो मां जक्षतरक्षता अहो मे यक्षरक्षांसि प्रजायूयं बभूविथा देवताः प्रभयाया दिव्यन् प्रमुखतो सृजल् ते अहार्षुर्देवयन्तो विसृष्टां तां प्रभामः देवो देवान् जघ्नतः सृजति स्माति लोलुपान् त एनं लोलुपतया मैथुनाय अभिपेदिरे ततो हसन् स भगवान् असुरैर्निरपत्रैः अन्वीयमानस्तरसा क्रुद्धो भीतं परापतल् स उपव्रज्य वरदं प्रपन्नार्तिहरं हरिम् अनुग्रहाय भक्तानाम् अनुरूपात्मदर्शनं पाहि मां परमात्मं स्ते प्रेषणेन असृजं प्रजाः ता इमायभितुं पापा उपाक्रामन्ति मां प्रभो त्वमेकः किल लोकानां कृष्णानां क्लेशनाशनं त्वमेकः क्लेशदस्तेषामनासन्नपजाप्तवा सोऽवधायस्य कार्पण्यं विविक्ताद्यात्मदर्शनं विमुञ्चात्मदनं भुवनामित्युक्तो विमुमोचः तां क्वणच्चरणां भोज्यां मदविह्वललोचनां काञ्जीकलापविलसद्विपुलच्छन्नरोधसम् अन्योन्यश्लेषयोत्तुङ्गनिरन्तरपयोधरां सुनासां सुद्विजां स्निग्धहासलीलावलोकनां गुहन्तेन्द्रिडयात्मानं नीलालकवरूपिणीम् उपलभ्यासुराधर्मा सर्वे सम्मुमुहुः अहो रूपमहो धैर्यमहो अस्यानवं मयां मध्ये कामयमानानाम् अकामेव विसर्पति वितर्कयन्तो बहुधा तां सन्ध्यां प्रमदाकृतिम् अभिसम्भाव्य विश्रद्धाल् पर्यपृच्छन् कुमेधसा कासिकस्यासिरम्भोरूपो वार्थस्तेऽत्र भामिनी रूपद्रविणपण्येन भगान्व विराधसे यावा काचित् अबले दृष्ट्या सुन्दर्शनं तव उल्सुनोषे क्षमाणानां कद्रुगक्रीडयामनः मैकत्रते जयति शालिनी पादपद्मं घनन्द्यामुः करतलेन पदल्पतङ्गं मह्यं विषीदति बृहत्स्तनभारभीतं शान्तेव दृष्टिरमलास्तु शिखासमूह इति सायन्तनीं सन्ध्यामसुराः प्रपदायति प्रलोभयन्तीं जगृहुर्मत्वा मूढधियस्त्रियं प्रहस्य भावगम्भीरं यद्ध्वन्द्यात्मानमात्मनां कान्त्या ससर्ज भगवान् गन्धर्वाप्सरसङ्गणान् विससर्जतं तां वै ज्योत्स्नां कान्तिमतीं प्रियां त एव च दुप्रीत्या विश्वावसु पुरोगमाः सृष्ट्वा भूतपिशाचांश्च भगवान्
ആത്മതന്ത്രിണാം ദിഗ്വാസസൗ മുക്തകേശാന്വീക്ഷ്യശാമീലയദൃശൗ യഗ്രിഭുസ്പന്ദ്വിസൃഷ്ടാം താം ജിഹ്മണാഖ്യാം തനും പ്രഭോः നിദ്രാമിന്ദ്രിയവിക്ലേദോ യയാ ഭൂതേഷു ദൃശ്യത്തെ യേനോച്ഛിഷ്ടാൻ ഘരിഷയന്തീതം ഉന്മാദം പ്രദർശത്തെ ഊർജസ്വന്തം മന്യമാന ആത്മാനം ഭഗവാനയ സാധ്യാൻ ഗണാൻ പിതൃഗണാൻ പരോക്ഷേണ അസൃജൽ പ്രഭു ത ആത്മസർഗം തം കായം പിതരഃ പ്രതിവേദിരേ സാധ്യേഭ്യശ്ച പിതൃഭ്യശ്ച കവയോ യദ്വിതന്വതേ സിദ്ധാൻ വിദ്യാധരാംശ്ചൈവ തിരോധാനേന സോസൃജൽ തേഭ്യോദിതാത്മാത്മാനമന്തധാനാഖ്യമദ്ഭുതം സ കിന്നരാൻ കിം പുരുഷാൻ പ്രത്യാജ്ഞേന അസൃജൽ പ്രഭു മാനയന്നാത്മനാത്മാനമാത്മാഭാസം വിലോകയൻ തേ തു തദ്യഗൃഹൂരൂപം ത്യക്രം യത്പരമേഷ്ഠിന മിഥുനീഭൂയ ഗായന്തസ്ത്വമേവോഷസി കർമ്മഭി ദേഹേന വൈ ഭോഗവതാ ശയാനോ ബഹുചിന്തയാ സർഗേനുപതിതേ ക്രോധാദുത്സസർഗ്യഃ തദ്വപു യേഹീന്നാമുദക്കേശ അഭയസ്തൈംഗുജയിരേ സർപ്പാः പ്രസർപ്പതഃ ക്രൂരാ നാഗഭോഗോരുകന്ധരാः സ ആത്മാനം മന്യമാനഃ കൃതകൃത്യമിവ ആത്മഭൂः തദാ മനും സസർഗ്യാന്തേ മനസാ ലോകഭാവനാൻ തേഭ്യസ്തോപ്യസൃജൽ ശ്രിയം പുരം പുരുഷമാത്മവാൻ താൻ ദൃഷ്ട്വാ യേപിനാസൃഷ്ടാ പ്രശംസു പ്രജാപതിം അഹോ ഏതജ്ജഗത്സ്രഷ്ടസ്തുകൃതം വദതേ കൃതം പ്രതിഷ്ഠിതാः ക്രിയാ യസ്മിൻ സാകമന്നമദാമഹേ തപസാ വിദ്യയാ യുക്തോ യോഗേന സ്വസമാധിനാ ഋഷീൻ ഹൃഷീകേശസ്സർഗ്യാധിമതാः പ്രജാ തേഭ്യശ്ചൈകൈകശസ്വസ്യ ദേഹസ്യാംശമജാദയ യത്തൽ സമാധിയോഗർദ്ധിതപോ വിദ്യാതിരക്രിമൽ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ വിംശതിതമോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. താഴ്ത്തി നമുക്ക് എപ്പോഴാണ് അപ്പം ഉണ്ടായ അപ്പം ഉണ്ട് അപ്പം കിട്ടിയ അപ്പം മതി അപ്പം പാരായണം ഇനി നമുക്ക് നാളെ തുടരാം. ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിൻ്റെ മുന്നിൽ പറയാൻ ആരംഭിച്ച ശ്രീമദ് ഭാഗവതമാണ് ഇനി നമുക്ക് അനുസ്മരിക്കാനായിട്ടുള്ളത്. വരീയാനേഷതേ പ്രശ്ന കൃതോ ലോകഹിതം നൃപ ആത്മവിൽസമ്മത പുംസാം ശ്രോതവ്യാദിഷുയപരഃ. വരീയാനേഷതേ പ്രശ്ന, അങ്ങയുടെ ഈ ചോദ്യം ഏറ്റവും നന്നായി. ലോകത്തിലെല്ലാവരും അറിയേണ്ട കാര്യമാണ് അങ്ങ് ചോദിച്ചത്. പക്ഷേ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, ചോദിക്കാറില്ല. എന്തായാലും ഇപ്പോഴെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് ചോദിക്കാൻ തോന്നിയല്ലോ. എന്താ പരീക്ഷിത്ത് ശശിബ്രഹ്മർഷിയുടെ മുമ്പിൽ ചോദ്യം ഉന്നയിച്ചത്? സദാ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? പുരുഷസ്യേഹ യത് കാര്യം പ്രിയമാണസ്യ സർവഥ. ഇതായിരുന്നു ചോദ്യം. ചെയ്യേണ്ടത് എന്താണെന്ന് ശശിബ്രഹ്മർഷി പറഞ്ഞു. ഭഗവാൻ ശ്രീഹരിയെക്കുറിച്ച് കേൾക്കുക, പാടുക, സ്മരിക്കുക. ഭഗവാനീശ്വരോ ഹരിഹി ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ച ഇച്ഛത അഭയം. നമ്മളൊക്കെ ഈ മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്നവരാണ്. ഏതൊരാളുടെയും ഏറ്റവും വലിയ ഭയമാണ് മരണം. ഭയം കൊണ്ട് നമ്മൾ അതിനെ വീണ്ടും വീണ്ടും സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഭയമുള്ള വസ്തുവിനെ നമ്മൾ കൂടുതൽ സ്മരിക്കുമല്ലോ. എനിക്ക് പരിചയത്തിൽ ചിലരുണ്ട്, എട്ടുകാലിയെ ഭയമാണ്. അതുകൊണ്ട് അവർക്ക് എവിടെ നോക്കിയാലും എട്ടുകാലി ഉണ്ടാവുമോ എട്ടുകാലി ഉണ്ടാവുമോ എട്ടുകാലി ഉണ്ടാവുമോ എന്ന് ഭയമാണ്. ഒരു ബാത്റൂമിലേക്ക് കടക്കാൻ പറ്റില്ല, എട്ടുകാലി ഉണ്ടാവുമോ. മുന്നേ മറ്റൊരാൾ കടന്നു നോക്കിയിട്ട് വേണം ഇയാൾക്ക് പോകാൻ. അത്രത്തോളം ഭയപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തിനെ ഭയപ്പെടുന്നു അതിനെ എപ്പോഴും നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കും. മരണത്തെ സ്മരിച്ചിട്ടാണ് നമ്മൾ മരണത്തിലേക്ക് പോണത്. ഭയം വേണ്ട. ഭഗവാനെ സദാ സ്മരിക്കുന്നവർക്ക്, ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവാനെക്കുറിച്ച് പറയുക, ഭഗവാനെ തന്നെ സ്മരിക്കുക, അപ്പോൾ അഭയമാണ്. ഭഗവാനുണ്ട് നമുക്ക്. ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ കിട്ടുന്നു. നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല.
നമ്മൾ വീടിനകത്തിരിക്കുമ്പോൾ മഴയെ ഭയപ്പെടാറില്ലല്ലോ. പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് മഴ പെയ്യുമെന്ന് പേടിക്കണം. വീടിനകത്തിരിക്കുന്നവർക്ക് എന്തിനാ മഴയെക്കുറിച്ച് ചിന്തിക്കുന്നത്? അതുപോലെ ഭഗവാന്റെ തൃക്കൈയിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നവർ എന്തിനാ മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്, ഭയപ്പെടുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും പാടുന്നതും ഭഗവാൻ നമ്മളോടൊപ്പമുണ്ടെന്ന് നമുക്ക് തന്നെ ഉറപ്പാവാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ ഭാഗവതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതത്തെ പരിചയപ്പെടുത്തുന്നത്. എന്തെല്ലാമാണ് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത് വിസ്തരിച്ച് പറഞ്ഞു തരണം കേട്ടോ എന്ന് ശൗനകാദികൾ സൂതനോട് വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം ശ്രീ ശുകബ്രഹ്മർഷി ഭഗവാനെ സ്തുതിച്ചു ഭാഗവതം പറയാൻ തുടങ്ങുന്നതിന് മുൻപ് എന്ന് പറഞ്ഞ് ശുഖസാരസ്വതം എന്ന് പറഞ്ഞൊരു സ്തോത്രം ദ്വിതീയ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ നമ്മളെ കേൾപ്പിച്ചു. ശുഖസാരസ്വതം. നമഃപരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാര നിരോധനീരയ ഗൃഹീതശക്തികൃതയായ ദേഹിനാം അന്തർഭവായ അനുപലക്ഷ്യ വർത്തമനേ. ഭഗവാന്റെ മഹിമകൾ അത് ഓരോന്നായി പറഞ്ഞ് ആ സ്തുതിയിൽ അവസാനം പ്രാർത്ഥന ചെയ്യാണ്. ഭഗവാനെ, അവിടുത്തെ മഹിമയേറിയ കഥകളെ പറയാൻ അടിയന് ശക്തി തരണേ, അതിനെ കേൾക്കാനും ഉൾക്കൊള്ളാനും മുന്നിലിരിക്കുന്നവർക്കും അവിടുന്ന് തന്നെ ഭാഗ്യമുണ്ടാക്കി കൊടുക്കണേ എന്നൊക്കെ. എന്നിട്ട് ഈ ഭാഗവതത്തെ പരിചയപ്പെടുത്തി. പണ്ട് ബ്രഹ്മപുത്രനായി ജനിച്ച നാരദ മഹർഷി തന്നോടൊപ്പമുണ്ടായ പ്രജാപതിമാരോടൊക്കെ തപസ്സിന് പോവാനായിട്ട് ബ്രഹ്മാവ് കൽപ്പിക്കുന്നത് കണ്ടിട്ട് ബ്രഹ്മാവിനോട് ചോദിച്ചു, അച്ഛാ, ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുന്നത് അവിടുന്നാണ്. അവിടുന്ന് പ്രത്യക്ഷമായിട്ട് മുമ്പിലുള്ളപ്പോൾ ഞങ്ങൾ പിന്നെ വേറെ ആരെയാണ് ഭജിക്കേണ്ടത്? അങ്ങേക്കും ഉപാസ്യനായിട്ട് മറ്റൊരു ആളുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ്? അവിടത്തെക്കുറിച്ച് പറഞ്ഞു തരൂ. ആരെയാണ് ഉപാസിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ആദ്യം അത് നമ്മൾ കേട്ടാലേ പറ്റുള്ളൂ, മറ്റൊരാൾ പറഞ്ഞു തന്നാലേ പറ്റുള്ളൂ. ആരെയാണ് ഭജിക്കേണ്ടത്? ആ ചോദ്യത്തിനുത്തരമായിട്ടാണ് ബ്രഹ്മദേവൻ വേദത്തിലെ പുരുഷസൂക്തത്തിൻ്റെ വ്യാഖ്യാനമായിക്കൊണ്ട് ഭാഗവതത്തിലെ 2 അധ്യായങ്ങൾ, ദ്വിതീയ സ്കന്ധത്തിലെ 5-ാമത്തെയും 6-ാമത്തെയും 2 അധ്യായങ്ങൾ മുഴുവൻ ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞതുകൊണ്ട് മാത്രം നാരദ മഹർഷിക്ക് ഈശ്വരൻ എന്താണെന്ന് പിടികിട്ടിയെന്ന് ബ്രഹ്മാവിനും തോന്നണില്ല. ബ്രഹ്മാവ് പറയണു, ഭഗവാന്റെ ശരിയായ തത്വം എന്താണെന്ന് ഞാനും അറിയുന്നില്ല, ആരും അറിയുന്നില്ല. അറിയാത്തൊരാൾക്ക് അവിടുന്ന് എന്താണെന്ന് എങ്ങനെ പൂർണ്ണമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കും? നമുക്കൊക്കെ അനുഭവമുള്ളത് ഒന്നേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഭഗവാൻ നമ്മുടെ അടുത്തുണ്ട്, നമ്മളെ രക്ഷിക്കുന്നുണ്ട്. യസ്യ അവതാരകർമാണി ഗായന്തി ഹ്യസ്മദാദയഃ നയം വിദന്തി തത്വേന തസ്മൈ ഭഗവതേ നമഃ. യസ്യ അവതാരകർമാണി, ഭഗവാന്റെ അവതാരകർമ്മങ്ങളാണ് ഞങ്ങളെല്ലാം സദാ സ്മരിക്കുന്നത്. ഭഗവാന്റെ തത്വം എന്തെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അവതാരകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ, അവതാരം എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരിക എന്നാണ് അർത്ഥം. നമ്മളുടെ നിലയിലേക്ക് ഇറങ്ങി വരുന്നു ഭഗവാൻ. നമ്മളൊക്കെ മായയിൽപ്പെട്ടവരാണ്. നമ്മൾക്കിടയിലേക്ക് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ വേഷങ്ങളിൽ ഭഗവാൻ ഇറങ്ങി വരുന്നു. നമ്മളുടെ ജീവിതത്തിലെ ഓരോ ദുഃഖങ്ങളിലും ഭഗവാൻ നമ്മളെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ അനുഭവങ്ങളെ ഞങ്ങൾക്ക് പാടാനറിയുള്ളൂ. അല്ലാതെ അങ്ങനെയെല്ലാം വരുന്ന ഭഗവാൻ ആരാണെന്ന് ചോദിച്ചാൽ, എന്താണെന്ന് ചോദിച്ചാൽ മുഴുവൻ പറയാൻ ഞങ്ങൾക്കും അറിയില്ല. ബ്രഹ്മദേവൻ പറയാം, ഭഗവാന്റെ അവതാര ലീലകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇത് വേണ്ടതുപോലെ ഭക്തിയോടെ കേൾക്കുന്നവർക്ക് ഭഗവാനിലേക്ക് ഭക്തി ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടുകൂടി
നീ പാടി നടന്നോളൂ. ഇതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും കിട്ടണം, എന്തെങ്കിലും ആയിത്തീരണം എന്ന് ആഗ്രഹിക്കേണ്ട. ഇത് കേൾക്കുന്നവർക്ക് നന്മയുണ്ടാവണേ എന്നാഗ്രഹിച്ച് ഈ ഭാഗവതത്തെ പാടി നടന്നോളൂ. നിന്നിൽ നിന്ന് മായ പതിയെ 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 വിട്ടകലുന്നതായിട്ടറിയാം. ഈശ്വരതത്വം നിനക്ക് കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നതായിട്ട് അനുഭവിക്കാം. അങ്ങനെ ക്രമേണ അനുഭവിക്കാവുന്നതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നാരദ മഹർഷിക്ക് ഭാഗവതം കൊടുത്തത്, മായാബന്ധനത്തിൽ നിന്ന് മോചനമുണ്ടാവാൻ വേണ്ടിയിട്ട്. ബ്രഹ്മാവിന് ഈ ഭാഗവതത്തിൻ്റെ അറിവ് എവിടെ നിന്നാണ് കിട്ടിയത്? അത് ഭഗവാൻ തന്നെയാണ് ഉപദേശിച്ചത്. തേനേ ബ്രഹ്മഹൃദയ ആദികവയേ. ഭഗവാൻ തന്നെയാണ് തന്നെക്കുറിച്ചുള്ള അറിവ് ബ്രഹ്മാവിനുണ്ടാക്കി കൊടുത്തത്. ആദിയിൽ ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാകുന്ന ആ സമയത്ത് പ്രളയജലത്തിൽ ഒരു താമരപ്പൂവുണ്ടായി. അതിൽ ബ്രഹ്മാവെന്ന് പറയുന്ന അദ്ദേഹമുണ്ടായി. താൻ ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു പേരൊന്നും ഇല്ല. നമ്മൾ ഒന്നിലധികം പേരുണ്ടാവുമ്പോഴാണല്ലോ പേരുകളുടെ ആവശ്യം. ഒരാൾ മാത്രമേ ഉള്ളൂവെങ്കിൽ പേരിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് താൻ ആരാണ് എന്നറിയാൻ ആഗ്രഹമുണ്ടായി. കോഹം, ആരാണ് ഞാൻ എന്നറിയാൻ ആഗ്രഹമുണ്ടായി. പക്ഷെ ആരോട് ചോദിക്കും? താൻ ഉണ്ടായത് ഈ താമരപ്പൂവിൽ നിന്നല്ലേ, അത് എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് നോക്കാം എന്നും പറഞ്ഞ് അതിൻ്റെ മൂലകാരണം അന്വേഷിച്ചു പോയി. കുറേ ചെന്നപ്പോൾ ഭയം തോന്നി, തിരിച്ചു മുകളിൽ തന്നെ വന്നിരുന്നു. അപ്പോഴാണ് ആരോ തന്നോട് തപ 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 എന്ന് പ്രേരിപ്പിക്കുന്നതായിട്ട് തോന്നിയത്. ത പ രണ്ടക്ഷരം മാത്രം. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതറിയാനായിക്കൊണ്ട് വീണ്ടും വീണ്ടും ശക്തമായിട്ട് ആഗ്രഹിച്ചപ്പോൾ അതറിയാതെ ഇനി ഒരു ക്ഷണം ജീവിക്കാൻ വയ്യ എന്ന നിലയുണ്ടായപ്പോൾ ആ ആഗ്രഹം തന്നെ തപസ്സായി മാറി. ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷമായി പറഞ്ഞു കൊടുത്തു, എൻ്റെ കാരുണ്യമാണ് നിനക്ക് തപസ് ചെയ്യാൻ സാധിച്ചത്. എന്നെ കുറിച്ച് അറിയാൻ ആഗ്രഹം ജനിപ്പിച്ചത് എൻ്റെ കാരുണ്യമാണ്. നിന്നിലൂടെ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ ബ്രഹ്മാവാണ്. ബ്രഹ്മദേവൻ പറഞ്ഞു, അവിടുന്ന് കൽപ്പിച്ചാൽ സൃഷ്ടി ചെയ്യാം. പക്ഷേ പലതും സൃഷ്ടിക്കുമ്പോൾ ഞാൻ സൃഷ്ടിക്കുന്നു എന്ന തോന്നലുണ്ടാവും. ഇവയെല്ലാം എൻ്റെ സൃഷ്ടികളാണ് എന്ന തോന്നലുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്തത് ശരിയായോ എന്ന വ്യാകുലതയും ഉള്ളിലുണ്ടാവും. എൻ്റെ സൃഷ്ടികൾ നശിക്കുമോ എന്നുള്ള ചിന്തകളുണ്ടാവും. ഈ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ചിന്ത ഉള്ളിൽ വരാത്ത മട്ടിൽ കർമ്മം ചെയ്യാൻ അവിടുന്ന് സഹായിക്കുമെങ്കിൽ, അതിനുള്ള വിദ്യ പറഞ്ഞു തരാമെങ്കിൽ, ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ നാളെ എനിക്ക് തന്നെ ദുഃഖത്തിനായി വരാതിരിക്കാനുള്ള വഴി പറഞ്ഞു തരാമെങ്കിൽ സൃഷ്ടി ചെയ്യാം. അപ്പോഴാണ് ഭഗവാൻ ബ്രഹ്മാവിന് ഈ ഭാഗവതം ആദ്യമായിട്ട് ഉപദേശിച്ചത്. അഹമേവാസമേവാഗ്രേ നാന്യത്യത്സദസൽപരം പശ്ചാദഹം യദേതച്ച യോഗശിഷ്യേതസോസ്മ്യഹം. ഈ ഒരൊറ്റ ശ്ലോകമാണ് ഭഗവാനെക്കുറിച്ചുള്ള അറിവ്. എല്ലാത്തിനും മുൻപേ ഞാനേ ഉള്ളൂ, പലതായി നിൽക്കുന്നതും ഞാൻ തന്നെയാണ്, അതെല്ലാം അവസാനിക്കുമ്പോൾ ശേഷിക്കുന്നതും ഞാൻ ഒരാൾ മാത്രമാണ്. ആ പരമമായ സത്യമാണ് ഞാൻ. ഈ ഞാൻ തന്നെ പലതായി നിൽക്കുന്നത് എൻ്റെ മായ എന്ന ശക്തി കൊണ്ടാണ്. ആ മായയെ ജയിക്കണമെങ്കിൽ ഇതെല്ലാം പലതാണ്, പല രൂപങ്ങൾ, പല നാമങ്ങൾ, പല വേഷങ്ങൾ എന്ന് കാണാതെ പലതായിരിക്കുമ്പോഴും ഇതിനെല്ലാം ഉള്ളിൽ ഒരു ഏകത്വമുണ്ട്. അതെന്താണെന്നറിയാൻ നീ ആഗ്രഹിച്ചാൽ മതി. നിനക്കൊരിക്കലും ഒരു മായാമോഹം ഉണ്ടാവില്ല. അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഉദാഹരണം പറയാം. ഉദാഹരണം മുഴുവൻ പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല. എന്നാലും നമുക്ക് ഷുഗറിൻ്റെ അസുഖം ഉണ്ടെന്നിരിക്കട്ടെ. ഡോക്ടർ പറയുന്നു അരിഭക്ഷണം കുറയ്ക്കണം.
നമുക്ക് ചോറ് ഉണ്ണുന്നത് കുറയ്ക്കണം. എന്നാൽ കഞ്ഞി കുടിച്ചാലോ? കഞ്ഞിയും അരി തന്നെയല്ലേ, അത് പറ്റില്ല. എന്നാൽ ഇഡ്ഡലി കഴിച്ചാലോ, ദോശ കഴിച്ചാലോ, പുട്ട് കഴിച്ചാലോ? പല പേരാണ്, പല രൂപമാണ്, പക്ഷേ എല്ലാം അരി തന്നെയല്ലേ എന്ന് നമ്മൾ അറിയുന്നുണ്ട് ഇല്ലേ? ഏത് രൂപത്തിലിരുന്നാലും അത് അരിയാണെന്ന് അറിയുന്നത് പോലെ ഇവിടെ മനുഷ്യരായിട്ടും മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടും സചേതനങ്ങളും അചേതനങ്ങളുമായിട്ടുള്ള ഏതെല്ലാം വസ്തുക്കളായിട്ടും ഇരിക്കുന്നതും ഒരേ ഭഗവാൻ തന്നെയാണെന്ന് അറിയുക. വേദം അത് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഈശ്വരനാണെന്ന്, ഈശ്വരനല്ലാതെ മറ്റൊന്നില്ലെന്ന്. വേദത്തിൻ്റെ വാക്കിൽ ഉറച്ചു വിശ്വസിക്കാം. പലതായി തോന്നുമ്പോഴും ഇതൊന്നു തന്നെയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇതിലെല്ലാം പൊതുവായുള്ളത് എന്നറിയാൻ ആഗ്രഹിക്കുക. അപ്പോൾ മായ നിന്നെ വിട്ടുപോകും. ഒരിക്കലും വിമുഖ്യത കരുതിച്ചിൽ മായാമോഹമുണ്ടാവില്ല. ഇതാണ് ഭഗവാൻ ബ്രഹ്മാവിന് കൊടുത്ത അറിവ്. ഈ ഭാഗവതമാണ് ബ്രഹ്മാവ് തൻ്റെ അനുഭവങ്ങളിലൂടെ ശ്രീനാരദ മഹർഷിക്ക് കൊടുത്തത്. ശ്രീനാരദ മഹർഷി തൻ്റെ അനുഭവങ്ങളെ കൂട്ടിച്ചേർത്ത് വേദവ്യാസർക്ക് പറഞ്ഞു കൊടുത്തത്. വേദവ്യാസര് തൻ്റേതായ ഭാഷയിൽ ശ്രീശുക ബ്രഹ്മർഷിയെ പഠിപ്പിച്ചത്. ആ ഭാഗവതമാണ് ഇനി നമുക്കെല്ലാം സൂത പൗരാണികളിലൂടെ കേൾക്കാൻ സാധിക്കുന്നത്. ഭാഗവതത്തിന് 10 ലക്ഷണങ്ങളുണ്ട്. മഹാപുരാണമാണ്. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം എന്നിങ്ങനെ 10 ലക്ഷണങ്ങളുള്ള മഹാപുരാണം. അത് 3-ാമത്തെ സ്കന്ധം തുടങ്ങി 12-ാമത്തെ സ്കന്ധം വരേക്കും ഓരോരോ സ്കന്ധങ്ങൾ ഓരോരോ ലക്ഷണം. സർഗം എന്ന ലക്ഷണത്തോടു കൂടിയ തൃതീയ സ്കന്ധമാണ് നമ്മളിന്ന് പാരായണം ചെയ്യാൻ ആരംഭിച്ചിട്ടുള്ളത്, കുറേയൊക്കെ വായിച്ചു വെച്ചിട്ടുള്ളത്. അത് 3-ാമത്തെയും 4-ാമത്തെയും സ്കന്ധങ്ങളെ പറയുന്നത് മൈത്രേയ മഹർഷിയാണ്, കേൾക്കുന്നത് വിതുരരും. വിതുര മൈത്രേയ സംവാദം. ആരായിരുന്നു വിതുരര് എന്ന് പറയുകയായിരുന്നു തൃതീയ സ്കന്ധത്തിലെ ആദ്യത്തെ 4 അധ്യായം. എങ്ങനെയാണ് അദ്ദേഹം മൈത്രേയൻ്റെ അടുത്തേക്ക് എത്തിയത്? നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച്. ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും അനുജനായിരുന്നു അദ്ദേഹം. ശൂദ്രനായതുകൊണ്ട് രാജസിംഹാസനത്തിൽ ഇരുന്നില്ല എന്ന് മാത്രം. ധൃതരാഷ്ട്രർക്ക് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കുന്നൊരു മന്ത്രി. ദുര്യോധനൻ്റെ ദുർനടപടികൾ സഹിക്കവയ്യാതെ പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് ഒരിക്കൽ ദുര്യോധനൻ തന്നെ ഇദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുന്നത്. ആ നിമിഷം എല്ലാം വിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. അദ്ദേഹം പല തീർത്ഥങ്ങളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ സഞ്ചരിച്ചു. അവസാനം വൃന്ദാവനത്തിൻ്റെ മണ്ണിലെത്തി. വൃന്ദാവനത്തിൽ വെച്ചാണ് ഭഗവാന്റെ സന്തത സഹചാരിയായിരുന്ന ഉദ്ധവരെ കണ്ടത്. ആ ഉദ്ധവരുടെ ദർശനമുണ്ടായതോടെ ഭഗവാൻ കൃഷ്ണനെ തനിക്കൊന്ന് കാണാൻ കൊതിയുണ്ടായി. ഇത്ര കാലം പലയിടത്തും ഇറങ്ങി നടന്നിട്ടും താൻ കൃഷ്ണനെ ഒന്ന് പോയി കണ്ടില്ലല്ലോ എന്ന് തോന്നി. കൃഷ്ണൻ്റെ വിശേഷങ്ങൾ ഉദ്ധവരോട് ചോദിക്കുമ്പോഴാണ് ഭഗവാൻ തൻ്റെ അവതാരം മതിയാക്കി സ്വധാമത്തിലേക്ക് പോയി കഴിഞ്ഞു എന്ന് ഉദ്ധവർ പറയുന്നത്. അതിനു മുൻപായി ഭഗവാൻ തന്നെക്കുറിച്ചുള്ള അറിവ് ഭാഗവതം ഉദ്ധവർക്ക് ഉപദേശിച്ചിട്ടുണ്ടത്രേ. എന്നാൽ എനിക്കും ആ ഭാഗവതം ഒന്ന് പറഞ്ഞു തരൂ എന്ന് വിതുരർ ആവശ്യപ്പെട്ടു. ഉദ്ധവർ പറഞ്ഞു, ഭഗവാൻ എന്നോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന മൈത്രേയ മഹർഷിയോട് പറഞ്ഞിട്ടുണ്ട് വിതുരൻ വരുമ്പോൾ ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കണമെന്ന്. അതുകൊണ്ട് അങ്ങ് മൈത്രേയൻ്റെ അടുത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് യാത്രയാക്കി. അങ്ങനെയാണ് ഹരിദ്വാരത്തിൽ മൈത്രേയ ആശ്രമത്തിലേക്ക് വിതുരർ എത്തിച്ചേർന്നത്. മൈത്രേയ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് വിതുരർ ചോദിച്ചു, ലോകത്തിലെല്ലാവരും സുഖം ആണല്ലോ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടിയാണല്ലോ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ലോകത്തിലെല്ലാവർക്കും മിക്കവാറും കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ ദുഃഖങ്ങളാണല്ലോ.
സുഖം കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രവൃത്തിയെടുത്തിട്ട് എന്താ ദുഃഖങ്ങൾ കിട്ടുന്നത്? ശരിക്കും ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? അങ്ങയെപ്പോലെയുള്ള മഹാത്മാക്കളല്ലേ ഞങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞു തരാനുള്ളൂ. മൈത്രേയരെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദുഃഖത്തിൻ്റെ കാരണം അറിയണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടായത് എന്ന് തൊട്ട് പറയേണ്ടി വരും. സൃഷ്ടിയാരംഭം മുതൽക്കുള്ളതാണ് ജീവന്മാർക്ക് ഇത്തരം ദുഃഖങ്ങൾ. അപ്പോൾ നമ്മൾ അവിടെ വരെ അന്വേഷിച്ച് പോകണം. ആദിയിൽ ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാവുന്നതിന് മുൻപേ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ബ്രഹ്മം അതൊന്നു മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ആ ബ്രഹ്മത്തിൻ്റെ തന്നെ ഇച്ഛയാണ് തനിക്ക് പലതായിത്തീരണം എന്ന്. അങ്ങനെ ഭഗവാൻ ആഗ്രഹിച്ചപ്പോൾ തൻ്റെ തന്നെ ശക്തിയായ മായയെ സ്വീകരിച്ചു. ഒരു കണ്ണാടി പോലെ തന്നെ തന്നെ ആ മായയിൽ നോക്കിക്കണ്ടു. ബിംബമായിട്ട് ഭഗവാൻ, പ്രതിബിംബമായിട്ട് മഹത്തത്വം എന്നൊന്നുണ്ടായി. ആ മഹത്തത്വത്തിന് താനും ഭഗവാനും രണ്ടാണ് എന്ന അജ്ഞാനമുണ്ടായി. അപ്പോൾ അതിൻ്റെ പേര് അഹങ്കാരം എന്നായി. ഞാൻ എന്ന് തോന്നിയപ്പോൾ അത് അഹങ്കാരമായി. പിന്നെ ആ അഹങ്കാരം മായയുടെ, പ്രകൃതിയുടെ 3 ഗുണങ്ങളോട് ചേർന്ന് സാത്വികം, രാജസം, താമസം എന്നായി. അവയിൽ നിന്നാണ്, താമസാഹങ്കാരത്തിൽ നിന്ന് പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും, രാജസാഹങ്കാരത്തിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും, സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ബുദ്ധി, അഹങ്കാരം, ചിത്തം, പിന്നെ ദേവന്മാരും ഉണ്ടായത്. ഈ 24 തത്വങ്ങളെയും കൂട്ടിച്ചേർത്ത് ഒരു രൂപമാക്കി അതിലിരുന്നു കൊണ്ട് ഭഗവാനെ ആരാധിക്കാൻ സത്വഗുണപ്രധാനന്മാരായിട്ടുള്ള ദേവന്മാർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആ ദേവതകൾക്കത് സാധിക്കുന്നില്ല. പഞ്ചഭൂതങ്ങളൊക്കെ വേറിട്ട് കിടക്കുകയാണ്, ഒരുമിപ്പിക്കാൻ പറ്റുന്നില്ല. അവർ ഭഗവാനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു, അവിടുത്തെ സേവിക്കാനുള്ള വഴി അവിടുന്ന് തന്നെ ഉണ്ടാക്കിത്തരണേ. അപ്പോഴാണ് ഭഗവാൻ പഞ്ചഭൂതങ്ങളെ ഒരുമിപ്പിക്കുന്നു, പഞ്ചീകരണം എന്ന ലീല കൊണ്ട്. അങ്ങനെ ഈ 24 തത്വങ്ങളും ഒരുമിച്ച് കൂടി ഒരു അണ്ഡമായത്രേ. കുറേ കാലം ഭഗവാന്റെ കാരുണ്യം തിരയടിക്കുന്ന കാരണജലത്തിൽ അങ്ങനെ പൊങ്ങിക്കിടന്നു. പിന്നെ ആ അണ്ഡം പൊട്ടി പുറത്തു വന്നു. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്നൊക്കെ വേദം പറയുന്ന വിരാട് പുരുഷൻ. ആയിരക്കണക്കിന് ശിരസ്സുകൾ, ആയിരക്കണക്കിന് കൈകൾ, ആയിരക്കണക്കിന് കാലുകൾ, ആയിരക്കണക്കിന് കണ്ണുകൾ. ദേവതകൾ ഈ വിരാട്ടിൽ പ്രവേശിച്ച് ഓരോരോ സ്ഥാനങ്ങളിലും ഇരുന്ന് അതിനെ ചലിപ്പിക്കാനൊക്കെ നോക്കി. പക്ഷേ അത് ചലിക്കുന്നില്ല. ദേവതകൾ അവസാനം വീണ്ടും ഭഗവാനെ ഭജിക്കുന്നു. ഞങ്ങളെക്കൊണ്ട് പറ്റണില്ല ഭഗവാനെ അവിടുത്തെ ഭജിക്കാൻ. ഭഗവാൻ തന്നെ ആ വിരാട്ടിൻ്റെ ചിത്തത്തിൽ ചൈതന്യമായിട്ട് പ്രകാശിച്ചു. അപ്പോഴാണ് വിരാട്ട് ഉണർന്നത്, കയ്യും കാലും എല്ലാം പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. ദേവതകൾ ഓരോന്നും അതാത് ഇന്ദ്രിയങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ ഭജിച്ചപ്പോൾ ആ ഭജന ആനന്ദത്തിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദയോഗ സമാധിയിൽ വിരാട്ട് മുഴുകിപ്പോയി. അങ്ങനെയുള്ള ആ വിരാട്ടിൻ്റെ നാഭിയിൽ നിന്നാണ് ഒരു താമരപ്പൂവുണ്ടായത്, അതിൽ ബ്രഹ്മാവുണ്ടായത്. ബ്രഹ്മാവ് ഭഗവാനെ തപസ് ചെയ്തത്, ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷമായി. ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു. ജ്ഞാതോസി മേദ്യ സുചരാന്നരുദേഹഭാജാം നജ്ഞായതേ ഭഗവതോ ഗതിരിത്യവധ്യം നാന്യത്വദസ്ത്യപി മനോവചസാ നിരുക്തം. നാന്യത്വദസ്തി ഭഗവന്നപി തന്ന ശുദ്ധം മായാഗുണ വ്യതികരേ യദുരോ വിഭാസി എന്നെല്ലാം സ്തുതിച്ച് അവിടുന്ന് ആരാണ്, എന്താണ് അവിടുന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഒന്നും ഞങ്ങളെപ്പോലുള്ളവർക്ക് അറിയാൻ സാധിക്കണില്ല ഭഗവാനെ എന്ന് പറഞ്ഞു. എന്തിനാ അടിയൻ ഉണ്ടായത്, എന്താണ് അടിയൻ ചെയ്യേണ്ടത്, ഒന്നും അറിയാൻ സാധിക്കുന്നില്ല.
അവിടുത്തെ മായ എന്ന വലിയ ശക്തിയിൽപ്പെട്ട എത്രയോ ജീവന്മാർ അവിടുത്തെ ഭജിക്കാതെ മറ്റു പല കർമ്മങ്ങളും ചെയ്ത് സ്വയം ദുഃഖങ്ങളും നരകങ്ങളും വരുത്തി വയ്ക്കുന്നത് അടിയൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ആവാതെ അവിടുത്തെ ഭജിക്കാനുള്ള മാർഗം അവിടുന്ന് തന്നെ പറഞ്ഞു തന്നാലല്ലേ അടിയങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഈ യോഗനിദ്രയിൽ നിന്നൊന്ന് ഉണർന്ന് അടിയങ്ങളെ ഒന്ന് കടാക്ഷിച്ച് സാന്ത്വനിപ്പിക്കുന്ന വാക്കുകളിലൂടെ നേർവഴി കാണിക്കണേ എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു. ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, മഹാവേദഗർഭയാ തന്ത്രിയും സർഗ ഉദ്യമമാവഹ. ഒട്ടും വിഷമിക്കരുത്, ഞാനുണ്ട് കൂടെ, സൃഷ്ടി ചെയ്യാൻ ആരംഭിക്കൂ. ബ്രഹ്മാവ് തീർച്ചയായും ഭഗവാനെ ഭജിക്കാം സൃഷ്ടിയിലൂടെ എന്ന് തീരുമാനിച്ചു. ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ സൃഷ്ടികൾ 10 സൃഷ്ടികളാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ 6 താമിശ്രം, അന്ധതാമിശ്രം, മോഹം, മഹാമോഹം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള അജ്ഞാന സൃഷ്ടികളാണ്. അത് ചില തത്വങ്ങൾ മാത്രമാണ്, അതിന് രൂപമൊന്നുമില്ല. പിന്നെ ആ അജ്ഞാനങ്ങളിലേക്കാണ് ഇവിടെ പല രൂപങ്ങളോടുകൂടി ജീവന്മാരെ പറഞ്ഞു വിടുന്നത്. അത് പലതരത്തിലുള്ള സസ്യങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മത്സ്യങ്ങളുണ്ട്, ഉരകങ്ങളുണ്ട്. 9ാമത്തെ സൃഷ്ടിയായിട്ട് മനുഷ്യനെക്കുറിച്ച് പറയുന്നു. 10ാമത്തെ സൃഷ്ടി ദേവതകൾ, ഉപദേവഗണങ്ങൾ. മനുഷ്യനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശേഷമായിട്ട് പറഞ്ഞു, രജോധികാഹ കർമ്മപരാഹ ദുഃഖേച്ച സുഖമാനിനഃ. മനുഷ്യരൊക്കെ അങ്ങനെയാണ്, ഏകവിധോ നൃണം, എല്ലാവരും ഒരുപോലെയാണ്. പുറമേക്ക് കാണുമ്പോൾ ഓരോ നാട്ടിലെ മനുഷ്യർക്ക് ഓരോ രൂപമൊക്കെ തോന്നും, പക്ഷെ ഉള്ളിൽ നോക്കിയാൽ എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ്. ഏകവിധോ നൃണം. എന്താണ്? രജോധികാഹ, രജോ ഗുണമാണ് അധികം. അതുകൊണ്ട് കർമ്മപരാഹ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം മനുഷ്യന്. പിന്നെ വലിയൊരു ഗുണം ദുഃഖേശ സുഖമാനിനഃ. ഓരോരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ദുഃഖങ്ങളുണ്ടാവും. ആ ദുഃഖങ്ങളെ ഒരു സുഖമായിട്ടെടുക്കുകയാണ്. ഇങ്ങനെ കർമ്മം ചെയ്താൽ പിഴയ്ക്കും എന്ന് മനസ്സിലാക്കി തിരുത്തി കുറച്ചുകൂടി നന്നായി ചെയ്യാനുള്ള, മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് മനുഷ്യന് മാത്രമേ തന്നിട്ടുള്ളൂ. മറ്റ് മൃഗങ്ങൾ, പക്ഷികൾ, മറ്റ് ജീവികളൊക്കെ ഈ കഴിവില്ലാത്തവരാണ്. അതുകൊണ്ടാണ് 1000 5000 കൊല്ലം മുമ്പുള്ള പൂച്ചയും ഇന്നത്തെ പൂച്ചയും ഒരുപോലെ ആയിരിക്കണം. അന്നത്തെ പാറ്റയും ഇന്നത്തെ പാറ്റയും ഒരുപോലെ ആയിരിക്കണം. അവരുടെ ഒന്നും ജീവിതത്തിൽ ഒരു മാറ്റവും വരില്ല. എന്നാൽ മനുഷ്യന് മാത്രം കാലത്തിനനുസരിച്ച് തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ധിഷണ തന്നിട്ടുണ്ട്. മനുഷ്യരിങ്ങനെ കർമ്മപരന്മാരായിരിക്കുമ്പോൾ എന്താ അവർക്ക് ദുഃഖത്തിന് കാരണം? മനുഷ്യനെ സൃഷ്ടിച്ചത് ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നു. എന്തിനാണ് സൃഷ്ടിച്ചത്? ബ്രഹ്മാവിന് മറ്റ് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സങ്കടം. ഇവയെല്ലാം സദാ ദുഃഖിക്കുന്നവരാണല്ലോ, ഭയപ്പെടുന്നവരാണല്ലോ. അഹസ്താനി സഹസ്താനാം അപദാനി ചതുഷ്പദാം ഫൽഭൂരി തത്ര മഹതാം ജീവോ ജീവസ് ജീവനം എന്നൊക്കെ പറയുന്നുണ്ട്. കാലില്ലാത്ത ജീവികളെ കാലുള്ള ജീവികൾ പിടിച്ചു തിന്നും, കൈയില്ലാത്ത ജീവികളെ കൈയുള്ള ജീവികൾ പിടിച്ചു തിന്നും, ചെറിയ ജീവികളെ വലിയ ജീവികൾ പിടിച്ചു തിന്നും. എല്ലാ ജീവികൾക്കും തന്നെ പിടിച്ചു തിന്നുന്ന മറ്റൊരു ശത്രുവിനെക്കുറിച്ചുള്ള ഭയം എപ്പോഴുമുണ്ട്. അവരെത്രയൊക്കെ പാറി പറന്ന് നടക്കുമ്പോഴും അവർക്കൊക്കെ മരണഭയമുണ്ട്. അതില്ലാതെ സ്വയം അഭയം കണ്ടെത്താൻ കഴിവുള്ള ഒരു ശരീരമുണ്ടാവണം. ഭഗവാനെ ഭജിച്ച് തേടി കണ്ടെത്താൻ കഴിവുള്ള ഒരവസരം, ഒരു ശരീരം ഞാൻ ഈ ജീവന്മാർക്ക് കൊടുക്കണം. അവരത് വേണ്ട പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നിത്യാനന്ദത്തിലേക്ക് എത്തിക്കോട്ടെ, ഇല്ലെങ്കിലോ വീണ്ടും മൃഗങ്ങളായിട്ടോ പക്ഷികളായിട്ടോ ജനിച്ചോട്ടെ. അവസരം കൊടുത്തില്ലെന്ന് വരാൻ പാടില്ല.
ജീവന്മാർക്ക് സ്വയം പൂർണ്ണതയിലേക്ക് എത്താൻ അവസരമുണ്ടാവണമെന്ന സങ്കല്പത്തോടെയാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടി. ഭഗവാനെ ഭജിക്കുന്നവരുണ്ടാവണമെന്ന് കരുതിയപ്പോൾ സനകാദികളെന്ന് പറഞ്ഞ 4 പുത്രന്മാരുണ്ടായി. അവരോട് ബ്രഹ്മാവ് പറഞ്ഞു, ഇനി നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെയുള്ള പുത്രന്മാരെ സൃഷ്ടിക്കണം, വംശം വർദ്ധിപ്പിക്കണം എന്നൊക്കെ. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഭഗവാനെ ഭജിക്കാനുണ്ടായവരാണ്, ഭജിക്കുക മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ, മറ്റ് കർമ്മങ്ങളിലൊന്നും അവർക്ക് താല്പര്യമില്ല. അത് ബ്രഹ്മാവിന് വലിയ ഇച്ഛാഭംഗമായി. കുറച്ചൊരു ക്രോധമുണ്ടായി. ബ്രഹ്മാവിൻ്റെ നെറ്റിത്ത് ആ ക്രോധം മുഴച്ചു പൊട്ടി പുറത്തു വന്നു അത്രേ. രുദ്രൻ രോദനം ചെയ്തതുകൊണ്ട് രുദ്രൻ എന്ന് പേര്. ബ്രഹ്മാവിൻ്റെ പിന്നാലെ നടക്കുക, അച്ഛാ എനിക്ക് സ്ഥാനങ്ങൾ തരൂ, നാമങ്ങൾ തരൂ, ശക്തികൾ തരൂ, ഞാൻ സൃഷ്ടിക്കട്ടെ അച്ഛാ. സൃഷ്ടി ചെയ്യാൻ വേണ്ടി മാത്രം ഒരാൾ. അങ്ങനെ 11 രൂപങ്ങളും നാമങ്ങളും ശക്തികളും കൊടുത്തു. ഏകാദശ രുദ്രന്മാർ സൃഷ്ടികൾ തുടങ്ങി. ഭൂതങ്ങൾ, പ്രേതങ്ങൾ, പിശാചങ്ങൾ, പുഷ്മാണ്ഡങ്ങൾ, വേതാളങ്ങൾ, അപസ്മാരങ്ങൾ, ഇങ്ങനെ പലതും. ഇവയൊക്കെ ഈ ലോകത്തിനെ മുഴുവൻ കൂടുതൽ കൂടുതൽ ഭയപ്പെടുത്തുന്നവരാണ് എന്ന് കണ്ടപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു രുദ്രനോട്, സൃഷ്ടി നിർത്തൂ, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആദ്യം തപസ് ചെയ്യൂ, അവനവൻ്റെ ഹൃദയത്തെ ശാന്തമാക്കൂ, എന്നിട്ട് ലോകോപകാരമായിട്ടുള്ള സൃഷ്ടികളെ ചെയ്യൂ. രുദ്രൻ തപസ്സിന് പോയി ക്രമേണ ശിവനായി മാറി, സർവമംഗളസ്വരൂപനായി മാറി. ഇത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് തോന്നി, അങ്ങനെയാണ് വേണ്ടത്. ആദ്യം ഈശ്വരനെ ഭജിക്കുകയും തത്വം കണ്ടെത്തുകയും എന്നിട്ട് സൃഷ്ടി ചെയ്യുകയും ചെയ്യുന്ന പുത്രന്മാരാണ് വേണ്ടത്. ആ സങ്കല്പത്തിൽ നിന്നാണ് പ്രജാപതിമാരുണ്ടായത്. പ്രജാപതിമാരെ തപസ്സിന് പറഞ്ഞയച്ചു. പക്ഷേ പിന്നെ ബ്രഹ്മാവ് ചിന്തിക്കുകയാണ്, ഇവരെപ്പോഴാണ് തപസ് കഴിഞ്ഞ് വരിക, എപ്പോഴാണ് ഇവർ സൃഷ്ടി വർദ്ധിപ്പിക്കുക? അതുവരെ കാത്തിരിക്കാൻ ബ്രഹ്മാവിന് പറ്റുന്നില്ല. അതുകൊണ്ട് താൻ തന്നെ ഒരു സ്ത്രീയെ സൃഷ്ടിച്ച് അവരുടെ പിന്നാലെ സൃഷ്ടിവർദ്ധനയ്ക്കായിട്ട് പുറപ്പെട്ടു. ആ ദേവിയാകട്ടെ ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ പറഞ്ഞു, ദേവി, ബ്രഹ്മാവിനെക്കുറിച്ച് ഭയപ്പെടേണ്ട, അദ്ദേഹം എൻ്റെ ഭക്തനാണ്, എൻ്റെ ഉണ്ണിയാണ്, ധർമ്മിഷ്ഠനാണ്. ഞാനുണ്ട് കൂടെയെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു, അതൊരു നിമിഷം മറന്നു പോയിട്ടുണ്ടാവാം. അപ്പോഴാണ് ചില അധർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് തോന്നുന്നത്. ദേവി, എൻ്റെ സ്മരണ ബ്രഹ്മാവിന് ഉണ്ടാക്കി കൊടുക്കൂ, അദ്ദേഹം വീണ്ടും ധർമ്മിഷ്ഠനാകുന്നത് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദേവി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് തിരുനാമങ്ങളും ജപിച്ചുകൊണ്ട് എത്തിച്ചേർന്നു. ഭഗവാനെക്കുറിച്ചുള്ള ഗാനങ്ങളങ്ങോട്ട് കേട്ടതും ഭഗവാനെ ഓർമ്മ വന്നപ്പോൾ ബ്രഹ്മാവിൻ്റെ ഭാവമൊക്കെ മാറി. ഭഗവത് കാരുണ്യമാണ് ഈ ദേവിയുടെ രൂപത്തിൽ തൻ്റെ അടുത്ത് എത്തിച്ചേർന്നത് എന്ന് മാനിച്ചുകൊണ്ട് തൻ്റെ മുഖത്ത് ദേവിയെ സ്വീകരിച്ചു അത്രേ, സരസ്വതിയെ. അപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ഉള്ളിലുള്ള അറിവ്, ഭഗവാൻ പണ്ട് പ്രദാനം ചെയ്തിരുന്ന അറിവ്, വേദങ്ങളായി, ഉപവേദങ്ങളായി, ശാസ്ത്രങ്ങളായി, പുരാണ ഇതിഹാസങ്ങളായി ബ്രഹ്മാവിൻ്റെ 4 മുഖങ്ങളിൽ നിന്നും പ്രവഹിക്കാൻ തുടങ്ങിയത്. പിന്നെ ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ 2ആയി പകുത്തു. അതിൽ നിന്നാണ് സ്വയംഭുവ മനു, ശതരൂപ എന്നിങ്ങനെയുള്ള ആദ്യത്തെ മനുഷ്യരുണ്ടാവുന്നത്. അവർക്ക് ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ലേ വേദശാസ്ത്രാദികളൊക്കെ ഉള്ളൂ, മറ്റു മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒന്നുമില്ല. മനുഷ്യർ ഇതിനെ കേട്ട് പഠിച്ച് അനുസരിച്ച് ധർമ്മിഷ്ഠരായി ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഭഗവാങ്കിലേക്ക് ഗതിയുണ്ടാവും. മനുഷ്യജന്മം കിട്ടിയ ഏതൊരു ജീവനും ഭഗവത് പദത്തിലേക്ക് ഗതിയുണ്ടാവും. അതിനുള്ള വഴിയാണ് ഈ വേദശാസ്ത്രാദികളൊക്കെ. അവയെ വേണ്ടതുപോലെ കേട്ട് പഠിച്ച് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അഭയമാണ് ലഭിക്കുക. മനുഷ്യജന്മം കിട്ടും, അതിനെയൊന്നും കേൾക്കാൻ മെനക്കെടാതെ, അനുസരിക്കാൻ തയ്യാറാവാതെ, മൃഗങ്ങളെപ്പോലെ തന്നെ ജീവിക്കാനാണ് കരുതുന്നതെങ്കിൽ, തിന്നാനും കുടിക്കാനും ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കാൻ കരുതുന്നതെങ്കിൽ ദുഃഖങ്ങളുണ്ടാവും. മനുഷ്യജന്മം കിട്ടി എന്നതുകൊണ്ട് മാത്രമായില്ല, മനുഷ്യത്വം ഉണ്ടാവണമെങ്കിൽ ഈ വേദശാസ്ത്രാദികളെ അനുസരിച്ച് ജീവിക്കുകയും കൂടി വേണം. എന്നാൽ നമുക്ക് അഭയത്തിലേക്ക് എത്താം. അതല്ലെങ്കിൽ ഭയങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും. ദുഃഖത്തിന് കാരണം എന്താണ് എന്ന് ബ്രഹ്മാവ് ഇപ്രകാരം വ്യക്തമാക്കി. സ്വയംഭൂമനും ശതരൂപയും കൂടിയിട്ട് ഭൂമിയിൽ പോയാണത്രേ ജീവിക്കേണ്ടത്. ഭൂമി എവിടെ? കാരണജലം മാത്രമേ കാണാനുള്ളൂ.
അതറിഞ്ഞപ്പോൾ ബ്രഹ്മാവിന് വലിയ വിഷമമുണ്ടായി. ഇതുവരെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു വെച്ചത് ഭൂമിയിലാണ്, ഭൂമി ഇല്ലാതായല്ലോ. ഏതൊരു ഭഗവാനാണ് എന്നെ സൃഷ്ടിയുടെ ചുമതല ഏൽപ്പിച്ചത്, ഭഗവാൻ തന്നെ വേണം ഇപ്പോൾ രക്ഷിക്കാൻ എന്ന് ആശ്രയിച്ചപ്പോൾ ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ചു. ക്ഷണനേരം കൊണ്ട് വലിയ പർവ്വതാകാരമായി നിന്നു. ബ്രഹ്മാവിനോടൊപ്പമുള്ള മഹർഷിമാരൊക്കെ സ്തുതിക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് കേൾക്കാൻ കാത്തു നിൽക്കാതെ കാരണജലത്തിലേക്ക് എടുത്തു ചാടി താഴേക്ക് പോയി രസാതലത്തിൽ നിന്ന് ഭൂമിയെ കണ്ടെത്തി കൊണ്ടുവന്ന് മുകളിൽ ഉറപ്പിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഒരസുരൻ അതെൻ്റെയാണ്, അവിടെ വെച്ചിട്ട് പോ എന്നൊക്കെ പറഞ്ഞ് വരാഹമൂർത്തിയോട് യുദ്ധത്തിന് വന്നു. അയാളെ വധിക്കുകയും ചെയ്തു. പിന്നെ ആ വരാഹമൂർത്തിയെ യജ്ഞവരാഹമായി വിദ്യാഗുരുവായി മഹർഷിമാരെല്ലാം സ്തുതിക്കണം. എന്താണ് യജ്ഞം, എന്താണ് വിദ്യ? ഇതാണ് ഇനി ഇവിടെ അറിയേണ്ട വിഷയമുള്ളത്. ഇതം ന മമ എന്നതാണ് യജ്ഞത്തിൻ്റെ ഭാവം. സാധാരണ ഒരുവൻ ചിന്തിക്കണതെല്ലാം എന്താ? എല്ലാം എൻ്റേതാക്കണം, എനിക്കാവണം. എന്നാൽ യജ്ഞത്തിൽ അങ്ങനെയല്ല. ഇതൊന്നും എൻ്റെ അല്ല, ഇതെല്ലാം ഇവിടെ മുമ്പേ ഉള്ളതാണ്. സൂര്യനും ചന്ദ്രനും ഭൂമിയും മരങ്ങളും പുഴകളും മണ്ണും എല്ലാം ഇവിടെ മുമ്പേ ഉള്ളതാണ്. ഇതൊന്നും എൻ്റെ അല്ല എന്ന തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. അപ്പം എൻ്റെ അല്ല എന്നറിഞ്ഞാൽ പിന്നെ ആരുടേതാണ് എന്നൊരു അന്വേഷണം ഉണ്ടാകുമല്ലോ. ആ അന്വേഷണം ഭഗവത് കൃപ കൊണ്ടാണ് നമുക്കുണ്ടാകുന്നത്. ഭഗവാന്റെ ആ കൃപയുടെ പേരാണ് വിദ്യ. ഭഗവാന്റെ വിദ്യ നമ്മളിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ നേരായ വഴിക്ക് ബുദ്ധി പ്രവർത്തിക്കും. അവസാനം തത്വം എന്തെന്ന് കണ്ടെത്തും. അതിനൊക്കെ കാരണമാകുന്നത് ഈ വരാഹമൂർത്തിയുടെ അനുഗ്രഹമാണ്. ഇങ്ങനൊരു ഭൂമി നഷ്ടപ്പെടുക, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തിരിച്ചു കിട്ടുക, ഇതുണ്ടായില്ലായിരുന്നെങ്കിൽ നമ്മളൊരിക്കലും അറിയില്ല ഇതെല്ലാം ഭഗവാൻ തന്നതാണെന്ന്. എല്ലാം എൻ്റെയാണ്, എനിക്കുള്ളതാണ് എന്നേ കരുതൂ. അപ്പം നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾക്ക് ഈ ജന്മം തന്നത് ഭഗവാനാണ്, പഠിപ്പ് തന്നത് ഭഗവാനാണ്, വിവാഹം കഴിപ്പിച്ചതോ കുട്ടികളുണ്ടായതോ നല്ല വീടുണ്ടായതോ നന്നായി ജീവിക്കുന്നതോ ഒക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. പക്ഷെ അത് നമ്മൾ അറിയുമോ? ഇല്ല. എപ്പോഴാണ് അറിയുക? പരീക്ഷയ്ക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ തൃപ്പാദത്തെ ഒരുപാട് ഭജിച്ച് പാസ്സാവുമ്പോൾ, ഒരു കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭഗവാനെ ഭജിച്ച് വിവാഹം കഴിയുമ്പോൾ, ഒരു ഉണ്ണി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭഗവാനെ ഭജിച്ച് ഉണ്ണി ഉണ്ടാകുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെട്ട് ഭഗവാനെ ഒരുപാട് ഭജിച്ച് വീണ്ടും രോഗമുക്തി ഉണ്ടാകുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇതെല്ലാം തന്നത് ഭഗവാനാണെന്ന്. പക്ഷേ അങ്ങനെ അറിയുമ്പോഴും കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് മറന്നു പോകും. രാവിലെ നേരത്തെ പറഞ്ഞതുപോലെ നന്ദി ഇല്ല എങ്കിൽ, ഇതെല്ലാം തന്നവനെ നാം സ്മരിക്കുന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും പഴയതുപോലെ ആവണം. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ച് നമുക്ക് തന്നെ നിത്യം ഭഗവാനെ സ്മരിക്കാനുള്ള അവസരങ്ങളുണ്ട്. വീട് കാണുമ്പോൾ, കുടുംബം കാണുമ്പോൾ, ധനം കാണുമ്പോൾ, വേണ്ട ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഭഗവാൻ അതിന് ആയുസ്സ് തന്നതുകൊണ്ടല്ലേ. ഒരു ശ്വാസം അകത്തേക്ക് വലിച്ചു പുറത്തേക്ക് വിടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ അതിന് അനുവാദം തന്നതുകൊണ്ടല്ലേ. ഓരോ നിമിഷവും ഭഗവാനെ സ്മരിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ. അതിനു വേണ്ടുന്ന വിദ്യയാണ് ഈ വേദ ഇതിഹാസങ്ങളിലൂടെ നമ്മൾക്ക് തന്നിരിക്കുന്നത്. അവയെ കേൾക്കാനോ അനുസരിക്കാനോ തയ്യാറാവാത്തതാണ് നമ്മൾക്കുള്ള ഈ പ്രശ്നമൊക്കെ. ഭഗവാനാൽ വധിക്കപ്പെട്ട ആ അസുരൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഹിരണ്യാക്ഷവധം എന്ന കഥ പറഞ്ഞത്. ദിതികശ്യപന്മാർക്ക് സന്ധ്യാസമയത്ത് ഉണ്ടായ പുത്രന്മാരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. ആ ഹിരണ്യാക്ഷൻ അവരാരാന്ന് ചോദിച്ചാൽ ഭഗവാന്റെ വൈകുണ്ഠത്തിലെ കാവൽക്കാരായിരുന്ന ജയവിജയന്മാരാണ്. സനകാദികൾ തൊഴാൻ വന്നപ്പോൾ ഇവർക്ക് തടയാൻ തോന്നി, സനകാദികൾക്ക് ശപിക്കാനും തോന്നി. 3 പ്രാവശ്യം അസുരന്മാരായി ജനിക്കും എന്ന്. അവരാണ് ഇവിടെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ട് ജനിച്ചത്. സജ്ജനങ്ങളുടെ മനസ്താപമേറ്റപ്പോഴാണ് വൈകുണ്ഠത്തിലുള്ളവർ പോലും ഇത്ര നീചമായ നിലയിലേക്ക് പതിച്ചു പോയത്. സജ്ജനങ്ങൾക്ക് നമ്മളോടൊരു പ്രീതി തോന്നുമ്പോൾ നമുക്ക്
വളർച്ചയുണ്ടാവും. സജ്ജനങ്ങൾക്ക് നമ്മളോട് ആരോഗ്യം തോന്നുമ്പോൾ, വിഷമം തോന്നുമ്പോൾ നമുക്ക് സംസ്കാരം താഴേക്ക് പതിച്ചു പോകും. ആ ഹിരണ്യാക്ഷൻ ലോകം മുഴുവൻ പാഞ്ഞു നടന്ന് ഭൂമിയെ തൻ്റേതാക്കി രസാതലത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. കടലിൽ വലിയ വലിയ തിരമാലകളുണ്ടാക്കി അത് തട്ടി തകർക്കാൻ തുടങ്ങി, കൈത്തരിപ്പ് തീർക്കാൻ. അപ്പോഴാണ് വരുണദേവൻ വന്ന് പറഞ്ഞു കൊടുത്തത്, നിൻ്റെ ആഗ്രഹം സാധിക്കാൻ ഒരാളേ ഉള്ളൂ ഈ ലോകത്ത്, ആദിനാരായണനെന്ന്. അതോടെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഹിരണ്യാക്ഷൻ നാരായണനെവിടെ എന്ന് അന്വേഷിച്ച് പാഞ്ഞു നടന്നു. അവസാനം നാരദ മഹർഷി കാണിച്ചു കൊടുത്തു വരാഹമൂർത്തിയെ. ചെന്ന് കണ്ടപ്പോഴോ, അയ്യേ ഇതാണോ നാരായണൻ, ഇതൊരു കാട്ടുപന്നിയല്ലേ എന്നൊക്കെ പറഞ്ഞു. അതെ നിന്നെ പോലുള്ളവരോടൊക്കെ ഈ വേഷം മതിയെന്ന് കരുതിയിട്ടാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ യുദ്ധം ചെയ്തു. ഹിരണ്യാക്ഷനും കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രഹ്മാദികൾക്ക് തന്നെ ഭയമാവാൻ തുടങ്ങി. ഭഗവാനെ, ഇപ്പോൾ നല്ല മുഹൂർത്താണ്, അഭിജിത്താണ്, ഇപ്പോൾ അയാളെ വധിച്ചോളൂ, സന്ധ്യയായി കഴിഞ്ഞാൽ അസുരന്മാർക്ക് ശക്തി കൂടട്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭഗവാൻ സന്ധ്യാസമയം വരയ്ക്കും യുദ്ധം ചെയ്തു. ഹിരണ്യാക്ഷൻ ഏറ്റവും പ്രബലനായിട്ട് നിൽക്കുമ്പോൾ അയാളെ തല്ലി വീഴ്ത്തി അയാളുടെ മാറിടത്തിലേക്ക് തൻ്റെ തൃപ്പാദം ചേർത്ത് വെച്ച് ഒന്നങ്ങനെ അമർത്തി തുറിച്ചു മിഴിച്ച കണ്ണുകളിൽ തൻ്റെ ദർശനം കൊടുത്ത് അയാൾക്ക് മോക്ഷം കൊടുത്തു. അതാണ് ഹിരണ്യാക്ഷവധ കഥ. ഹിരണ്യാക്ഷനെ പോലെ ഏറ്റവും നീചയോനിയിൽ പതിച്ചവന് പോലും നാരായണനെവിടെ എന്ന് അന്വേഷിച്ചാൽ, നാരായണ എന്ന് ജപിച്ചാൽ ആ ഭഗവാൻ വന്ന് മോക്ഷം കൊടുക്കുക തന്നെ ചെയ്യും. എങ്കിൽ പിന്നെ നമ്മളൊന്നും അത്ര പതിതന്മാരല്ല, അത്ര നീച സ്വഭാവന്മാരല്ല. നാരായണ എന്ന് ജപിച്ചാൽ നമുക്ക് സദ്ഗതി കിട്ടാതിരിക്കുമോ എന്ന ചോദ്യത്തോടു കൂടിയാണ് ആ ഒരു കഥ സമർപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ടുള്ള കഥകൾ നാളെ പാരായണം ചെയ്ത് നമുക്ക് അനുസ്മരിക്കാം. ഇപ്പോൾ ദീപാരാധന ചെയ്ത് സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇതൊന്ന് പാടാൻ പറ്റും? ഒന്ന് പാടാൻ പറ്റും? ഒന്ന് പാടിക്കോളൂ, എന്നിട്ട് ദീപാരാധന ചെയ്യാം. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത. ദേവ ഭാഗവത, ജയ ജയ ഭാഗവത ദേവ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത. ദിവ്യം നാരായണമുഖഗളിതം പ്രദദൗ നാരദമുനയേ ത്വാം ദേവ, ജയ ജയ ഭാഗവത, ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത
ദേവ അഖിലശാസ്ത്രം അനവശാന്തിം ദേവ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധ കൃഷ്ണസ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത നിഷ്ഠോപി ശ്രീശുകോ നിത്യം വിദ്വാ ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധ കൃഷ്ണസ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ത്വാം ശ്രുത്വാ കൈവല്യസുഖപ്രദം കൃഷ്ണപ്രേമനിമഗ്നോ രാജ കൃഷ്ണപദാംബുജമാപ ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധ കൃഷ്ണസ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഹര ഹര നമഃ പാർവതീപതയേ ജാനകീകാന്തസ്മരണം ഗോപികാജീവനസ്മരണം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി സാംബ സദാശിവ ശംഭോ ശങ്കര രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിദിതമവിദിതം വാ സർവമേതൽക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. സ്വസ്തി.